ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ പ്രമാണികളെപ്പോലെ നിങ്ങളും അറിയില്ലായ്മ കൊണ്ട് പ്രവർത്തിച്ചു എന്ന് ഞാൻ അറിയുന്നു. ദൈവമോ തന്റെ ക്രിസ്തു കഷ്ടം അനുഭവിക്കും എന്ന് സകല പ്രവാചകന്മാരും മുഖാന്തരം മുന്നറിയിച്ചത് ഇങ്ങനെ നിവർത്തിച്ചു. ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞുകിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. എന്നാൽ കർത്താവിൻ്റെ സമ്മുഖത്തു നിന്ന് ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻനിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. ദൈവം ലോകാരംഭം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. അവൻ നിങ്ങളോട് സംസാരിക്കുന്ന സകലത്തിലും നിങ്ങൾ അവൻ്റെ വാക്ക് കേൾക്കണം. ആ പ്രവാചകൻ്റെ വാക്ക് കേൾക്കാത്ത ഏവനും ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിക്കപ്പെടും എന്ന് മോശ പറഞ്ഞുവല്ലോ. അത്രയുമല്ല, ശമൂവേൽ ആദിയായി സംസാരിച്ച പ്രവാചകന്മാരൊക്കെയും ഈ കാലത്തെക്കുറിച്ച് പ്രസ്താവിച്ചു. ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവം അബ്രഹാമിനോട് അരുളി നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിൻ്റെയും പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങൾ തന്നെ. നിങ്ങൾക്ക് ആദ്യമേ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ചു. ഓരോരുത്തനെ അവനവൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികളിലുള്ള പല പ്രസംഗങ്ങളിൽ ഒന്നാണ് 3-ാം അധ്യായത്തിൽ കാണുന്ന പത്രോസിൻ്റെ പ്രസംഗം. ഒരു മുടന്തനെ സൗഖ്യമാക്കിയതിന് ശേഷം ഓടിക്കൂടിയ ആളുകളോട് പത്രോസ് പറയുന്ന പ്രസംഗമാണിത്. 17-ാം വാക്യത്തിൽ യേശുവിനെ ക്രൂശിച്ച കാര്യത്തെക്കുറിച്ചാണ് പത്രോസ് പറയുന്നത്. നിങ്ങളുടെ പ്രമാണികളെപ്പോലെ നിങ്ങളും അറിയില്ലായ്മ കൊണ്ട് പ്രവർത്തിച്ചു എന്ന് താൻ പറയുന്നു. അതിൻ്റെ അർത്ഥം യേശുവിനെ ക്രൂശിക്കുവാൻ കൂട്ടുനിന്ന ആളുകൾ കൂടിയാണ് ഇപ്പോൾ ഇവിടെ ഓടിക്കൂടിയിരിക്കുന്നത്. അവർക്ക് യേശു ആരായിരുന്നു എന്നറിഞ്ഞുകൂടായിരുന്നു. മാത്രമല്ല, ഈ ദൈവത്തിന് യേശുവിനെക്കുറിച്ചുള്ള പ്ലാൻ എന്താണെന്നും അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ടാണ് അവർ യേശുവിനെ ക്രൂശിച്ച് കളഞ്ഞത്. അവർക്ക് യേശുവിനെ അറിഞ്ഞുകൂടായിരുന്നു. അപ്പോൾ അറിവില്ലായ്മ കൊണ്ട് ചെയ്ത തെറ്റുകളെ ക്ഷമിക്കുവാൻ ദൈവം തയ്യാറാണ്. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൽ ഗ്രീസിലെ ഏഥൻസിൽ പൗലോസ് പ്രസംഗിക്കുമ്പോൾ പൗലോസ് പറയുന്നത്, എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. അപ്പോൾ അറിഞ്ഞുകൂടായിരുന്ന കാലം അതിനെ ദൈവം ക്ഷമിക്കാൻ തയ്യാറാണ്. ദൈവത്തെയും ദൈവത്തിൻ്റെ നിലവാരത്തെയും അറിഞ്ഞുകൂടാതിരുന്ന ഒരു കാലം ആളുകൾക്കുണ്ടായിരുന്നു. അത് സാരമില്ല. എന്നാൽ മാനസാന്തരപ്പെട്ടാൽ അത് മറക്കാൻ ദൈവത്തിന് മനസ്സാണ്. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ദൈവം നേരത്തെ പ്രവാചകന്മാർ മുഖാന്തരം പറഞ്ഞതാണ്. അതിപ്പോൾ സംഭവിച്ചിരിക്കുകയാണ് എന്നാണ് താൻ പറയുന്നത്. 19-ാം വാക്യത്തിൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളുവിൻ. അപ്പോൾ മാനസാന്തരപ്പെടുക എന്നൊരൊറ്റ കാര്യം ചെയ്താൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടും. മാനസാന്തരപ്പെടുമ്പോൾ തെറ്റിനെ ഓർത്ത് ദുഃഖിച്ചാൽ മാത്രമല്ല, ദൈവത്തിങ്കിലേക്ക് തിരിയണം, ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയിലേക്ക് തിരിയണം. അങ്ങനെ ചെയ്താൽ ആശ്വാസകാലങ്ങൾ വരികയും നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ അവൻ അയക്കുകയും ചെയ്യും. ഇതൊരു പ്രവചനമായിരുന്നു. അത് താൻ ചെയ്തു. ഇനി 21-ാം വാക്യത്തിൽ ദൈവം ലോകാരംഭം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. അപ്പോൾ യേശുവിൻ്റെ മരണം, അടക്കം, പുനരുത്ഥാനം, സ്വർഗാരോഹണം ഇതൊക്കെ പ്രവാചകന്മാർ പറഞ്ഞതനുസരിച്ചാണ് സംഭവിച്ചത്, സംശയമില്ല. എന്നാൽ ഇനിയും വിശുദ്ധ പ്രവാചകന്മാർ അരുളി ചെയ്ത ഒട്ടനവധി കാര്യങ്ങൾ സംഭവിക്കാനുണ്ട്. യേശുവിൻ്റെ 1-ാം വരവിനേക്കാൾ എത്രയോ മടങ്ങ് പ്രവചനങ്ങൾ യേശുവിൻ്റെ 2-ാം വരവിനെക്കുറിച്ചുണ്ട്. അപ്പോൾ ആ കാലത്തോളം, അഥവാ ദൈവം നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ യഥാസ്ഥാനത്താകുവോളം അതിന് കുറേ സമയമെടുക്കും.
അത്രത്തോളം കാലം സ്വർഗം യേശുവിനെ കൈക്കൊള്ളേണ്ടതാകുന്നു. എന്ന് വെച്ചാൽ സ്വർഗാരോഹണം ചെയ്ത ഏക വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവാണ്. വേറെ ആർക്കും അതിനുള്ള യോഗ്യത ഇല്ലായിരുന്നു. യേശു സ്വർഗാരോഹണം ചെയ്ത് സ്വർഗം അവനെ കൈക്കൊണ്ടു. ഇനി 22-ാം വാക്യത്തിൽ, ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. അവൻ നിങ്ങളോട് സംസാരിക്കുന്ന സകലത്തിലും നിങ്ങൾ അവൻ്റെ വാക്ക് കേൾക്കണം. ആ പ്രവാചകൻ്റെ വാക്ക് കേൾക്കാത്ത ഏവനും ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിക്കപ്പെടുമെന്ന് മോശ പറഞ്ഞുവല്ലോ. അപ്പോൾ മോശ പറഞ്ഞ ഒരു പ്രവചനമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മോശ പറഞ്ഞു, എന്നെപ്പോലെ ഒരു പ്രവാചകനെ ദൈവം നിങ്ങളുടെ ഇടയിൽ എഴുന്നേൽപ്പിക്കും. അപ്പോൾ ആ പ്രവാചകൻ ആരാണ്? ആ പ്രവാചകൻ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് തന്നെ ഉള്ളവനായിരിക്കണം. പല പ്രവാചകന്മാരും എഴുന്നേറ്റിട്ടുണ്ടെങ്കിലും അവരാരും മോശയെപ്പോലെ ഒരു പ്രവാചകനായിരുന്നില്ല. ആ പ്രവാചകൻ കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൻ്റെ ജീവകാലത്ത് ശിഷ്യന്മാരെ കൂട്ടി മറുരൂപ മലയിൽ താൻ പോയപ്പോൾ അവിടെ മോശയും ഏലിയാവും പ്രത്യക്ഷപ്പെടുകയും യേശുവിന് ഉണ്ടാകുവാനുള്ള നിര്യാണത്തെക്കുറിച്ച് അവർ ആ മലയിൽ വെച്ച് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ പത്രോസ് 3 കുടിലുണ്ടാക്കാമെന്ന് പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുമല്ലോ. ആ സമയത്ത് സ്വർഗത്തിൽ നിന്നൊരു അശരീരി ഉണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ചെവി കൊടുപ്പേ. അപ്പോൾ മോശയെക്കാളും ഏലിയാവിനേക്കാളും വലിയവനാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് ദൈവം തന്നെ സാക്ഷ്യം പറഞ്ഞു. എന്നാൽ മോശ പറഞ്ഞത് എന്നെപ്പോലെ ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കും. അപ്പം മോശയെപ്പോലെ ഒരു പ്രവാചകൻ പറഞ്ഞ് ചെയ്യാതിരുന്ന ആളുകൾ പലരും രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്നാൽ എന്നെപ്പോലെ ദൈവം എഴുന്നേൽപ്പിക്കുന്ന അടുത്ത പ്രവാചകനെ തിരസ്കരിക്കുന്നവർ ഛേദിക്കപ്പെടും. അവർ ഛേദിക്കപ്പെടുന്നത് അവർ ചെയ്ത തെറ്റുകൊണ്ടല്ല, മറിച്ച് ഈ പ്രവാചകനെ, ദൈവം എഴുന്നേൽപ്പിച്ച പ്രവാചകനെ തിരസ്കരിക്കുന്നത് കൊണ്ടാണ്. അതിന്നും വളരെ ശരിയാണ്. ആളുകൾ പാപം ചെയ്യുന്നത് കൊണ്ടല്ല നരകത്തിൽ പോകുന്നത്. പാപം ചെയ്യുന്നത് കൊണ്ട് അവർ ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയി. എന്നാൽ അതുകൊണ്ടല്ല ആളുകൾ നരകത്തിൽ പോകുന്നത്. പാപം ചെയ്ത മനുഷ്യന് പാപക്ഷമ ലഭിക്കുവാനും നിത്യജീവൻ ലഭിക്കുവാനും ദൈവവുമായി നിരപ്പ് പ്രാപിക്കുവാനുമായി ദൈവം ഒരു പദ്ധതി ഒരുക്കി. ആ പദ്ധതി കർത്താവായ യേശു ക്രിസ്തുവും തൻ്റെ മരണവും അടക്കവും പുനരുത്ഥാനവുമാണ്. എന്നാൽ അത് ത്യജിച്ച് കളയുന്ന ഒരു വ്യക്തി, അവൻ നാശയോഗ്യനാണ്, അവൻ നരകയോഗ്യനാണ്. അയാൾ പാപം ചെയ്തതുകൊണ്ടല്ല, മറിച്ച് ദൈവം തൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി ഒരുക്കിയ മാർഗം തിരസ്കരിക്കുന്നത് കൊണ്ടാണ് താൻ നരകയോഗ്യനാകുന്നത്. അതാണ് പത്രോസ് ഇവിടെ പറയുന്നത്. യേശുവിനെ തിരസ്കരിച്ചാൽ, അവൻ്റെ വാക്ക് കേൾക്കാതിരുന്നാൽ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിക്കപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മാത്രമല്ല മറ്റു പ്രവാചകന്മാർ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും താനോട് പറയുന്നു. 25-ാം വാക്യത്തിൽ, ഭൂമിയിലെ സകല വംശങ്ങളും നിന്റെ സന്തതിയിൽ അനുഗ്രഹിക്കപ്പെടും എന്ന് ദൈവം അബ്രഹാമിനോട് അരുളി നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിൻ്റെയും പ്രവാചകന്മാരുടെയും മക്കൾ നിങ്ങൾ തന്നെ. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ വാഗ്ദത്തം നിങ്ങൾ നിമിത്തം, അല്ലെങ്കിൽ അബ്രഹാമിൻ്റെ സന്തതി നിമിത്തം ഭൂമിയിലുള്ള സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. അത് നിങ്ങൾക്ക് തന്ന വാഗ്ദത്തമാണ്. എന്നാൽ ആ വാഗ്ദത്തം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ലോകത്തിലുള്ള എല്ലാ ജാതികൾക്കും ലഭിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് ആദ്യമേ ദൈവം തൻ്റെ ദാസനായ യേശുവിനെ എഴുന്നേൽപ്പിച്ച് ഓരോരുത്തനെ അവനവൻ്റെ അകൃത്യങ്ങളിൽ നിന്ന് തിരിക്കുന്നതിനാൽ നിങ്ങളെ അനുഗ്രഹിക്കേണ്ടതിന് അവനെ അയച്ചിരിക്കുന്നു. അപ്പോൾ യേശുവിനെ ദൈവം ഇസ്രായേൽ മക്കളുടെ യഹൂദന്മാരുടെ ഇടയിലേക്കാണ് ദൈവം അവർക്ക് കൊടുത്ത ഒരു പ്രിവിലേജാണത്. യേശു അവരുടെ ഇടയിലേക്ക് വന്നു. യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണശേഷം സുവിശേഷം ആദ്യമായി പ്രസംഗിച്ചതും യഹൂദന്മാരോടാണ്. യേശുവിനെ ക്രൂശിക്കുവാൻ കൂട്ടുനിന്ന യഹൂദന്മാരോട് തന്നെയാണ് യേശുവിൻ്റെ ക്രൂശുമരണം മുഖാന്തരമുള്ള അനുഗ്രഹത്തെക്കുറിച്ച് ആദ്യമായി പ്രസംഗിക്കപ്പെട്ടത്. അപ്പോൾ സുവിശേഷം കേൾക്കുന്ന കാര്യത്തിലും ദൈവം യഹൂദന്മാർക്കൊരു പ്രിവിലേജ് കൊടുത്തു. അവർക്കത് ആദ്യമേ കേൾക്കുവാൻ അവസരം കൊടുത്തു. കാരണം അവർ അനുഗ്രഹിക്കപ്പെടണം, അവർ അകൃത്യങ്ങളിൽ നിന്ന് തിരിയണം, അവരെ അനുഗ്രഹിക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചു. പക്ഷേ അവരുടെ അനുഗ്രഹത്തിന് തടസ്സം നിന്നത് ദൈവം അവർക്ക് സന്ദേശം അയക്കാഞ്ഞിട്ടോ അവർ ആ സന്ദേശം കേൾക്കാഞ്ഞതോ അല്ല, അവരത് തിരസ്കരിച്ചു എന്നതാണ്. അപ്പോൾ ദൈവികമായ അനുഗ്രഹങ്ങൾ ഇല്ലാതാകുന്നതിൻ്റെ പ്രധാന കാരണം ദൈവം നൽകുന്ന സന്ദേശം,
ദൈവം നമ്മോട് പറയുന്ന കാര്യം തിരസ്കരിക്കുന്നത് അതനുസരിക്കാതിരിക്കുന്നതാണ്. എന്നാൽ യേശുക്രിസ്തുവിനെ തിരസ്കരിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരല്പം കടന്ന കൈയാണ്. കാരണം ദൈവം സ്വന്തം മകനെ, താൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി അയച്ചിട്ട് അവനെ ത്യജിച്ച് കളഞ്ഞാൽ അത് ദൈവസന്നിധിയിൽ അക്ഷന്തവ്യമായ കുറ്റമാണ്. അങ്ങനെയുള്ളവർ ഛേദിക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.